നിമിഷം കണ്ണടച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രിട്ടീഷ് തോക്കുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന വിപ്ലവകാരികൾ തൂക്കുമരത്തിലേക്ക് നടന്നു പോകുമ്പോൾ പുഞ്ചിരിയോടെ ഉരുവിട്ട ആ മന്ത്രം വന്ദേ മാതരം. ആ വാക്ക് കേൾക്കുമ്പോൾ ഇന്നും നമ്മുടെ രക്തം തിളയ്ക്കാറില്ലേ? എന്നാൽ നമ്മുടെ ആവേശമായ വന്ദേ മാതരത്തിന് ലഭിക്കേണ്ട അർഹമായ ആദരവ് ഇതുവരെ നിയമപരമായി ലഭിച്ചിട്ടുണ്ടോ? 150 വർഷത്തെ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഭാരതത്തിന്റെ ആത്മാവ് തുടിക്കുന്ന വന്ദേ മാതരം ഇനി വെറും ഒരു ഗീതമല്ല, അത് നമ്മുടെ പരമോന്നത അഭിമാനമായി മാറാൻ പോകുന്നു. എന്താണ് ഈ ചരിത്ര നീക്കം? പരിശോധിക്കാം. അഭിമാനത്തിന്റെ 150 വർഷങ്ങൾ. ഭാരതീയരുടെ സ്വത്വത്തെ ഉണർത്താൻ ബങ്കിം ചന്ദ്ര ചതോപാധ്യായെ കുറിച്ച ആ വരികൾക്ക് 1.5 നൂറ്റാണ്ട് തികയുന്നു. 2026 റിപ്പബ്ലിക് ദിന പരേഡ് വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ ആഘോഷിച്ചപ്പോൾ രാജ്യം മുന്നോട്ട് വെച്ചത് ഒരേ ഒരു സന്ദേശമാണ്: ജനഗണമനയ്ക്കൊപ്പം തന്നെ വന്ദേ മാതരത്തിനും തുല്യ പദവി. സ്വതന്ത്ര സമര കാലത്ത് ഭാരത മാതാവിനെ ഒരു ദേവിയായി സങ്കല്പിച്ച് അമ്മയെ ഞാൻ നിന്നെ വണങ്ങുന്നു എന്ന് പ്രാർത്ഥനാപൂർവ്വം പാടിയ ആ ഗാനം ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമാണ്. ആ വികാരത്തിന് ദേശീയ ഗാനത്തിന്റെ അതേ നിയമ പരിരക്ഷ നൽകാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്തുകൊണ്ട്? ചരിത്രപരമായ നീതി. അതായത് 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലിയിൽ വെച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിന് തുല്യമായ പദവി ഉണ്ടാകണമെന്നാണ്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമപുസ്തകങ്ങളിൽ വന്ദേ മാതരത്തിന് അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല. ഈ ചരിത്രപരമായ തെറ്റ് തിരുത്തപ്പെടുകയാണ് ഇപ്പോൾ. ദേശീയഗാനം ആലപിക്കുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ആദരവും അച്ചടക്കവും ഇനി വന്ദേ മാതരം കേൾക്കുമ്പോഴും ഉണ്ടാകും. ഇത് കേവലം ഒരു നിയമമല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ധീരബലിദാനികൾക്ക് നൽകുന്ന ആദരവാണ്. നിലവിൽ 1971 ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയൽ നിയമം പ്രകാരം ദേശീയ ഗാനത്തെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ ഇത്തരം കർശനമായ നിയമങ്ങൾ നിലവിലില്ല. ഭരണഘടനയുടെ 51A വകുപ്പ് അനുസരിച്ച് നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ദേശീയ ഗാനത്തെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും വന്ദേ മാതരത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പുതിയ മാറ്റം വരുന്നതോടെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിർബന്ധമാവുകയും ആദരവ് പ്രകടിപ്പിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ വരികയും ചെയ്യും. ഇത് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളുടെ മാന്യത ഉയർത്തിപ്പിടിക്കുന്ന നീക്കമാണ്. വിമർശനങ്ങളെ അതിജീവിക്കുന്ന വികാരം ചില രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഇതിനെതിരെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം എന്നത് രാഷ്ട്രീയത്തിന് അതീതമാണ്. ബംഗാളിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ആ സ്വരം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മനുഷ്യരെ ഒന്നിപ്പിച്ചു. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡങ്ങൾ പാടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഊർജ്ജം ഭാരതീയൻ എന്ന അഭിമാനത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ലോകശക്തിയായി വളരുമ്പോൾ നമ്മുടെ പൈതൃകത്തെയും അഭിമാന ചിഹ്നങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. വന്ദേ മാതരം കേൾക്കുമ്പോൾ ഓരോ ഭാരതീയനും എഴുന്നേറ്റ് നിൽക്കുന്നത് ഭയഭക്തിയോടെയല്ല, മറിച്ച് തന്റെ രാജ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ആകണമെന്ന മാറ്റമാണ് ഇവിടെ വരുന്നത്.